2026 അശ്വതി നക്ഷത്രക്കാർക്ക് ഈ തിരിച്ചറിവ് തന്നെ ഏറ്റവും വലിയ മാറ്റമാകും. നിങ്ങൾക്ക് തോന്നും, ഇപ്പോൾ തന്നെ മാറ്റം വേണം. പക്ഷേ ശരിയായ പഠനം ഇല്ലാതെ എടുത്ത ആ തീരുമാനം പിന്നീട് നഷ്ടമായി മാറി. അതിനാൽ കൂടുതൽ സമ്പാദിക്കുക എന്നതിലുപരി നന്നായി കൈകാര്യം ചെയ്യുക എന്നത് പ്രധാനമാണ്. വേഗത്തിൽ സമ്പാദിക്കൂ. പക്ഷേ നമസ്കാരം, സ്റ്റുഡിയോ ആസ്ട്രോയുടെ ഈ ആത്മീയ ജ്യോതിഷ ചാനലിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ജ്യോതിഷ വിഷയങ്ങൾ, നക്ഷത്രഫലങ്ങൾ, ഗ്രഹനിലകൾ എന്നിവയെക്കുറിച്ച് ആഴത്തിൽ അവതരിപ്പിക്കുന്ന ഈ ചാനൽ നിങ്ങൾ ആദ്യമായാണ് കാണുന്നതെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടാതെ പുതിയ വീഡിയോ അപ്ഡേറ്റുകൾ സമയോചിതമായി ലഭിക്കാൻ ബെൽ ഐക്കൺ കൂടി പ്രസ് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഞാൻ അഞ്ജന എസ് പണിക്കർ. നിങ്ങളുടെ പിന്തുണയും നിങ്ങളുടെ അമൂല്യമായ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ പങ്കുവയ്ക്കാൻ മടിക്കേണ്ടതില്ല. കൂടെ നിങ്ങളുടെ കൂട്ടുകാർക്കും കുടുംബക്കാർക്കും ഈ വീഡിയോ ഉപകാരപ്പെടുമെങ്കിൽ ദയവു ചെയ്തു ലിങ്ക് ഷെയർ ചെയ്യണം എന്ന് കൂടി അഭ്യർത്ഥിക്കുന്നു. എല്ലാവരുടെയും കമന്റുകൾക്കും അഭിപ്രായങ്ങൾക്കും വളരെ അധികം നന്ദി പറഞ്ഞുകൊള്ളുന്നു. ജോലി തിരക്കുകൾ കാരണം എല്ലാ കമന്റുകൾക്കും ഉടൻ മറുപടി നൽകാൻ സാധിക്കാത്ത സാഹചര്യങ്ങൾ ഉണ്ടാകാറുണ്ട്. എന്നിരുന്നാലും പ്രായോഗികമായ ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കുമല്ലോ. മറുപടിയിൽ എന്തെങ്കിലും ഡിലേ ഉണ്ടായാൽ ദയവു ചെയ്തു ക്ഷമിക്കുമല്ലോ. ഈ വിഷുവിന് അശ്വതി നക്ഷത്രക്കാർക്ക് ഒരു ചെറിയ കഥ പറഞ്ഞ് തുടങ്ങാം. ഒരു കുതിര പാഞ്ഞോടുകയായിരുന്നു. അതിനു മുന്നിൽ 3 വഴികൾ. 1 എളുപ്പം, രണ്ടാമത്തേത് ചെറുതായി അപകടം, മൂന്നാമത്തേത് കഠിനം പക്ഷേ ലക്ഷ്യത്തിലെത്തുന്ന ഏക വഴി. അത് നിമിഷം നിർത്തി ചിന്തിക്കുന്നു, എനിക്ക് വേഗമുണ്ട്, പക്ഷേ ശരിയായ വഴിയാണോ ഞാൻ തിരഞ്ഞെടുത്തത്? അശ്വതി നക്ഷത്രക്കാർക്ക് ഈ വിഷുവിൽ ജീവിതം അതേപോലെ തന്നെയാണ്. വേഗം ഉണ്ട്, അവസരങ്ങൾ ഉണ്ട്, പക്ഷേ ശരിയായ തീരുമാനമെടുക്കുമ്പോഴാണ് വിജയം ഉറപ്പ്. അപ്പോൾ 2026 വിഷുഫലം അശ്വതി നക്ഷത്രക്കാർക്ക് എന്താണ് പറയുന്നത് എന്ന് നോക്കാം. അശ്വതി നക്ഷത്രം മേടരാശിയുടെ ആദ്യ നക്ഷത്രം. അശ്വതി ദേവതകൾ ആയ അശ്വിനി കുമാരന്മാർ ചികിത്സയും വേഗതയും പുതുമയും പ്രതിനിധാനം ചെയ്യുന്നു. അതുകൊണ്ട് അശ്വതി നക്ഷത്രക്കാർക്ക് സ്വഭാവത്തിൽ തന്നെ വേഗത്തിൽ തീരുമാനമെടുക്കും. പുതിയ കാര്യങ്ങൾ തുടങ്ങാൻ ധൈര്യം കാണിക്കും. പക്ഷേ ചിലപ്പോൾ അതേ വേഗം തന്നെ പ്രശ്നമാകും. ഈ വിഷുവിൽ നിങ്ങളുടെ വേഗം തന്നെയാണ് നിങ്ങളുടെ ശക്തിയും പരീക്ഷണവും. 2026 വിഷുഫലം നിങ്ങൾക്കായി ഒരു റീസെറ്റ് ബട്ടൺ പോലെയാണ്. കഴിഞ്ഞ വർഷങ്ങളിൽ തുടങ്ങി പൂർത്തിയാക്കാതെ നിർത്തിയ കാര്യങ്ങൾ വീണ്ടും മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ശക്തി ഈ വർഷം നൽകും. അശ്വതി നക്ഷത്രത്തിന്റെ സ്വഭാവം തന്നെ വേഗവും തുടക്കവും ആണ്. അതിനാൽ പുതിയ ആശയങ്ങൾ, പുതിയ പദ്ധതികൾ, പുതിയ ആളുകൾ ഇവയെല്ലാം നിങ്ങളുടെ ജീവിതത്തിൽ എത്തും. ഒരു യുവാവ് പല ജോലികൾ ആരംഭിച്ചു, പക്ഷേ ഓരോന്നും പാതിവഴിയിൽ നിർത്തി. ഒരു ദിവസം അവൻ മനസ്സിലാക്കി, എനിക്ക് കഴിവ് കുറവല്ല, സ്ഥിരതയാണ് കുറവ്, അതാണ് പ്രശ്നം. 2026 അശ്വതി നക്ഷത്രക്കാർക്ക് ഈ തിരിച്ചറിവ് തന്നെ ഏറ്റവും വലിയ മാറ്റമാകും. അതിനാൽ ഈ വർഷം നിങ്ങൾക്ക് അവസരങ്ങൾ ലഭിക്കും, പക്ഷേ വിജയം നേടുന്നത് സ്ഥിരതയും ശ്രദ്ധയും ഉള്ളവർക്ക് മാത്രം. തൊഴിൽ രംഗത്ത് 2026 ഒരു ടേണിംഗ് പോയിന്റ് ആയിരിക്കും. പലർക്കും പുതിയ ജോലി അവസരങ്ങൾ, വിദേശ ചാൻസുകൾ അല്ലെങ്കിൽ സ്വന്തം ബിസിനസ് തുടങ്ങാനുള്ള ചിന്തകൾ ഉണ്ടാകും. നിങ്ങൾക്ക് തോന്നും, ഇപ്പോൾ തന്നെ മാറ്റം വേണം. പക്ഷേ ഇവിടെ ഒരു സൂക്ഷ്മത വേണം. ഒരു വ്യാപാരി ഒരിക്കൽ വലിയ ലാഭം പ്രതീക്ഷിച്ച് പെട്ടെന്ന് നിക്ഷേപം ചെയ്തു. പക്ഷേ ശരിയായ പഠനം ഇല്ലാതെ എടുത്ത ആ തീരുമാനം പിന്നീട് നഷ്ടമായി മാറി. അതുപോലെ ഈ വർഷം നിങ്ങൾക്ക് ലഭിക്കുന്ന എല്ലാ അവസരങ്ങളും നല്ലതാവണമെന്നില്ല. നിങ്ങളുടെ ശക്തി, പുതിയ തുടക്കങ്ങൾ, നിങ്ങളുടെ വെല്ലുവിളി, ശരിയായ തിരഞ്ഞെടുപ്പ്. സാമ്പത്തികമായി വരുമാനം വർദ്ധിക്കാനുള്ള സാധ്യതയുണ്ട്, പക്ഷേ ചെലവുകളും കൂടും. അതിനാൽ കൂടുതൽ സമ്പാദിക്കുക എന്നതിലുപരി നന്നായി കൈകാര്യം ചെയ്യുക എന്നത് പ്രധാനമാണ്. വേഗത്തിൽ സമ്പാദിക്കൂ, പക്ഷേ ബുദ്ധിപൂർവം ചെലവഴിക്കൂ എന്നും പറയാം. 2026 വിഷുഫലം ബന്ധങ്ങൾ മാറുന്ന വർഷം. മനസ്സിലുള്ളത് അടച്ചുവെച്ചവർ തുറന്നു പറയാൻ തുടങ്ങുന്ന സമയം. ഒരു ചെറിയ ചോദ്യം, നിങ്ങൾക്ക് പറയാതെ വെച്ച ഒരു കാര്യമുണ്ടോ? അത് ഒരു വാക്കായിരിക്കാം, ഒരു ക്ഷമാപണമായിരിക്കാം, അല്ലെങ്കിൽ ഒരാളോട് പറയാത്ത ഒരു സ്നേഹമായിരിക്കാം. ഒരു സുഹൃത്ത് വർഷങ്ങളായി മറ്റൊരു സുഹൃത്തിനോട് സംസാരിച്ചിരുന്നില്ല, കാരണം
വലിയ കാരണം ഒന്നുമല്ല, ഒരു ചെറിയ തെറ്റിദ്ധാരണ. ഇരുവരും വിചാരിച്ചു, അവൻ ആദ്യം സംസാരിക്കട്ടെ. വർഷങ്ങൾ കടന്നുപോയി. പക്ഷേ ഒരു ദിവസം അവർ കണ്ടുമുട്ടി. ഒരാൾ ധൈര്യമായി ചോദിച്ചു, നമുക്ക് ഇത്രയും വർഷം എന്തിനാണ് സംസാരിക്കാതിരുന്നത്? അപ്പോൾ മനസ്സിലായി, പ്രശ്നം വലിയതല്ല, മൗനം തന്നെയാണ് വലിയ പ്രശ്നം. 2026 വിഷുഫലം നമ്മോട് പറയുന്നത് വളരെ സിമ്പിൾ: മനസ്സിലുള്ളത് തുറന്നു പറയൂ, പക്ഷേ സ്നേഹത്തോടെ. സത്യം പറയുക പ്രധാനമാണ്, പക്ഷേ അത് പറയുന്ന രീതിയാണ് ബന്ധം നിലനിർത്തുന്നത്. പ്രതികരണം വേഗത്തിൽ വരാം, പക്ഷേ ആശയവിനിമയം ചിന്തിച്ചു വേണം. കോപം വന്നാലും ആദ്യം മനസ്സിലാക്കാൻ ശ്രമിക്കണം, പിന്നീട് മാത്രം സംസാരിക്കണം. നമ്മൾ പലപ്പോഴും വേഗത്തിൽ പ്രതികരിക്കുന്നു, വാക്കുകൾ തിരഞ്ഞെടുത്ത് പറയുന്നില്ല. എന്ത് തോന്നുന്നു അതേ പറയാം എന്ന് കരുതുന്നു. പക്ഷേ സത്യത്തിൽ വാക്കുകൾക്ക് ഭാരം ഉണ്ട്. ഒരിക്കൽ പറഞ്ഞാൽ തിരിച്ചു വാങ്ങാൻ കഴിയില്ല. ഒരു ചെറിയ ഉദാഹരണം: ഒരു മകൻ തന്റെ അച്ഛനോട് കോപത്തിൽ പറഞ്ഞു, നിങ്ങൾ ഒരിക്കലും എന്നെ മനസ്സിലാക്കിയിട്ടില്ല. അത് ഒരു മിനിറ്റിന്റെ കോപം. പക്ഷേ ആ വാക്ക് അച്ഛന്റെ മനസ്സിൽ വർഷങ്ങളോളം നിന്നു. ബന്ധങ്ങൾ തകരുന്നത് വലിയ കാരണങ്ങൾ കൊണ്ടല്ല, പറയാതെ പോയ ചെറിയ വാക്കുകൾ കൊണ്ടാണ്. ഇതുപോലെ നിങ്ങളുടെ അനുഭവം ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യൂ. ആരോഗ്യവും മാനസികാവസ്ഥയും മാനസികമായി വളരെ സജീവമായ ഒരു വർഷമാണ് ഇത്. നിങ്ങൾക്ക് പുതിയ ആശയങ്ങൾ, പുതിയ ലക്ഷ്യങ്ങൾ ഉണ്ടാകും. എന്നാൽ അതിനൊപ്പം തന്നെ ഓവർ തിങ്കിങ് എന്ന പ്രശ്നവും ഉണ്ടാകാം. ഒരു വിദ്യാർത്ഥി രാത്രിയോളം പഠിച്ചിട്ടും ഉറങ്ങാൻ കഴിയുന്നില്ല. കാരണം അവന്റെ മനസ്സ് നിർത്താതെ ചിന്തിക്കുന്നു. അങ്ങനെ ശരീരം ക്ഷീണിച്ചാലും മനസ്സ് ഓടിക്കൊണ്ടിരിക്കും. അശ്വതി നക്ഷത്രക്കാർക്ക് ഇത് സാധാരണമാണ്. 2026 പലരുടെയും കഥയായിരിക്കും. പ്രത്യേകിച്ച് അശ്വതി നക്ഷത്രക്കാർക്ക് വേഗത്തിൽ ചിന്തിക്കുന്ന സ്വഭാവം, ഒന്നിലധികം കാര്യങ്ങൾ ഒരുമിച്ച് ചെയ്യാനുള്ള താൽപ്പര്യം, എപ്പോഴും മുന്നോട്ടു പോകണം എന്ന ചിന്ത, ഇവ നല്ലതാണ്. പക്ഷേ ബാലൻസ് ഇല്ലെങ്കിൽ അത് സ്ട്രെസ് ആകും. അതുകൊണ്ട് ഉറക്കം കൃത്യമായി പാലിക്കുക, യോഗ, ധ്യാനം എന്നിവ ചെയ്യുക, സ്ക്രീൻ സമയം കുറയ്ക്കുക. മനസ്സിന് വിശ്രമം കൊടുക്കുമ്പോൾ മാത്രമേ ശരിയായ തീരുമാനങ്ങൾ എടുക്കാൻ കഴിയൂ. ഭാഗ്യവും ആത്മീയതയും 2026 ആത്മീയമായി വളർച്ചയുടെ വർഷമാണ്. നിങ്ങൾക്ക് ചിലപ്പോൾ തോന്നും, എല്ലാം എന്തോ ഒരു ശക്തി നിയന്ത്രിക്കുന്നു. ആ അനുഭവം തന്നെ നിങ്ങളെ കൂടുതൽ വിശ്വാസത്തിലേക്ക് നയിക്കും. ചിലർക്കു തീർത്ഥാടനങ്ങൾ, ദൈവിക അനുഭവങ്ങൾ, അല്ലെങ്കിൽ ജീവിതത്തിൽ ഒരു മാറ്റമുണ്ടാകാം. ഒരു വ്യക്തി പ്രതിസന്ധിയിൽ ആയപ്പോൾ ഒരു ചെറിയ ദൈവാനുഭവം അവന്റെ ജീവിതം തന്നെ മാറ്റി. അതുപോലെ നിങ്ങൾക്കും ഒരു പുതിയ ദിശ കാണിക്കുന്ന സംഭവങ്ങൾ ഉണ്ടാകും. വിശ്വാസം നഷ്ടപ്പെടുത്തരുത്. കാരണം ഈ വർഷം നിങ്ങൾക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ ശക്തി ആന്തരിക സമാധാനവും ആത്മവിശ്വാസവും ആയിരിക്കും. ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: ഈ വർഷം നിങ്ങൾക്ക് മുന്നിൽ വരുന്ന പ്രധാന വെല്ലുവിളി തിടുക്കം. വേഗത്തിൽ പ്രവർത്തിക്കുന്നത് നല്ലതാണ്, പക്ഷേ ചിന്തിക്കാതെ എടുത്ത തീരുമാനങ്ങൾ പിന്നീട് പ്രശ്നമാകാം. ഒരു ഡ്രൈവർ വേഗത്തിൽ കാർ ഓടിച്ചു, പക്ഷേ ബ്രേക്ക് ഇടേണ്ട സമയത്ത് വൈകി. വേഗം പ്രശ്നമല്ല, നിയന്ത്രണം ഇല്ലാത്തതാണ് പ്രശ്നം. അതിനാൽ ശ്രദ്ധിക്കുക, തീരുമാനങ്ങൾ എടുക്കുമ്പോൾ ഒരു നിമിഷം നിർത്തി ചിന്തിക്കുക, അനാവശ്യ ചെലവുകൾ ഒഴിവാക്കുക, വികാരങ്ങൾ നിയന്ത്രിക്കുക. ഈ വിഷു നിങ്ങൾക്ക് പുതിയ തുടക്കങ്ങളുടെയും ശരിയായ തീരുമാനങ്ങളുടെയും വർഷമാകട്ടെ. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ വിഷു ആശംസകൾ. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഞാൻ ഇതുവരെ ഇവിടെ പറഞ്ഞ കാര്യങ്ങൾ 2026 അശ്വതി നക്ഷത്രക്കാരുടെ വിഷുഫല സാധ്യതകളെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. ഒരു കാര്യം ഒരിക്കൽ കൂടി ഓർമ്മിപ്പിച്ചുകൊള്ളട്ടെ, നിങ്ങളുടെ പേരും നാളും കമന്റായി താഴെ ഇടാവുന്നതാണ്. അത് കുറിച്ചെടുത്തു ഞങ്ങളുടെ തറവാട്ട് ക്ഷേത്രത്തിൽ ദിവസം നടന്നുവരുന്ന പൂജകളിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും. ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനകരമാണെന്ന് തോന്നുന്നുവെങ്കിൽ അത് നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും കുടുംബാംഗങ്ങളിലേക്കും പങ്കുവയ്ക്കാൻ ദയവായി മറക്കരുത്. വീണ്ടും അടുത്ത വീഡിയോയുമായി ഞാൻ വരുന്നത് വരെ ഇറ്റ്സ് മീ, അഞ്ജന എസ് പണിക്കർ, സൈനിങ് ഓഫ്.